എനിക്ക് ചുറ്റുമുള്ളതെല്ലാം തെറ്റാണ്. പടിഞ്ഞാറൻ ദിശ നിർണ്ണയിക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. കടൽ സാധാരണ ദൃശ്യമാകുന്നത് പോലെയല്ല ഇപ്പോൾ ദൃശ്യമാകുന്നത്. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് 1945 ജനുവരി 5 ആ പ്രദേശത്തേക്ക് പ്രവേശിച്ച ഫ്ലൈറ്റ് നമ്പർ 19 ക്യാപ്റ്റനായിരുന്ന ചാൾസ് ടൈലറിൻ്റെ അവസാന വാക്കുകളാണിവ. ഈ വാക്കുകൾക്ക് ശേഷം പിന്നീട് ഇന്നേ വരെ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിഗൂഢതകളിലേക്ക്, അഥവാ ബർമുഡ ട്രയാങ്കിളിൻ്റെ ആഴങ്ങളിലേക്കാണ്. വെൽക്കം ബാക്ക് ടു AF വേൾഡ്. ഫ്ലൂ ഹിയർ. ബർമുഡ ട്രയാങ്കിൾ. മലയാളത്തിൽ ഒരുപാടധികം വീഡിയോസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. എന്നാൽ പോലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരേ ഒരു കാരണം, നിരന്തരമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. 1945 പ്രധാനമായിട്ടും ബർമുഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലത്തെക്കുറിച്ച് ലോകം മുഴുവൻ ചർച്ച ചെയ്തു തുടങ്ങുന്നത്. 1945 ജനുവരി 5 ഫ്ലോറിഡയിലെ സൈനിക താവളത്തിൽ നിന്നും 5 സൈനിക വിമാനങ്ങൾ പറന്നു വരികയാണ്. കടലിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കപ്പലുകളിൽ നിന്നും ആളുകളെ രക്ഷിക്കുന്ന കാര്യത്തിൽ പരിശീലനം നേടുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ആ ഒരു ടീമിന്റെ മുഴുവൻ ഇൻചാർജ് ആയിട്ടുണ്ടായിരുന്നത് ചാൾസ് ടൈലർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കായിരുന്നു. ഫ്ലൈറ്റ് നമ്പർ 19 അദ്ദേഹം ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള പരിശീലനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫ്ലോറിഡയിലുള്ള കൺട്രോൾ ടവറിലേക്ക് ചാൾസ് ഒരു സന്ദേശം അയക്കുകയാണ്. ഞങ്ങളുടെ പരിശീലനങ്ങൾ മുഴുവനായിട്ട് ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്, ഞങ്ങൾ ഇനി തിരിച്ച് അങ്ങോട്ട് തന്നെ വരാൻ പോവുകയാണ് എന്നതായിരുന്നു ആ ഒരു സന്ദേശം. ഏതാനും മിനിറ്റുകൾ കൂടെ കടന്നു പോകുമ്പോൾ കൺട്രോൾ ടവറിൽ വീണ്ടും ഒരു സന്ദേശം കൂടി മുഴങ്ങുകയാണ്. ഇപ്രാവശ്യവും ക്യാപ്റ്റൻ ചാൾസ് ടൈലർ തന്നെയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കരമായിട്ടുള്ള ഭയത്തോടു കൂടിയായിരുന്നു ഇപ്രാവശ്യം അദ്ദേഹം സംസാരിച്ചിരുന്നത്. തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് വഴി പിഴച്ചു എന്ന് തോന്നുന്നു, കാര്യം ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല, എനിക്ക് ചുറ്റുമുള്ളതെല്ലാം തെറ്റാണ് എന്ന രീതിയിലായിരുന്നു അദ്ദേഹം ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ച അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ കൂടി കഴിഞ്ഞപ്പോൾ പിന്നീട് യാതൊരു വിധത്തിലുള്ള സിഗ്നലുകളും ആ 5 വിമാനങ്ങളിൽ നിന്നും, ആ 5 സൈനിക വിമാനങ്ങളിൽ നിന്നും കൺട്രോൾ ടവറിലേക്ക് ലഭിക്കാതെ ആവുകയാണ്. ഉടൻ തന്നെ അമേരിക്കയുടെ സൈനിക താവളത്തിൽ നിന്നും 13 ആളുകൾ ഉൾപ്പെടുന്ന ഒരു വിമാനം പറന്നു വരികയാണ്. മുമ്പ് പോയ 5 വിമാനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തുക, അതിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നിവയായിരുന്നു രണ്ടാമതായിട്ട് പറന്നുയർന്ന ഈ ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അവസാനമായിട്ട് ചാൾസ് ടൈലർ പറഞ്ഞിട്ടുള്ള ലൊക്കേഷനിലേക്ക് ആ വിമാനം അടുത്തുകൊണ്ടിരിക്കെ ആ വിമാനത്തിന്റെ സിഗ്നലുകളും കൺട്രോൾ ടവറിൽ നിന്നും പതിയെ മാഞ്ഞു തുടങ്ങുകയാണ്. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയിട്ട് ഇന്ന് പോലും അന്ന് കാണാതായിട്ടുള്ള 5 വിമാനങ്ങളും അതിലുണ്ടായിരുന്ന 5 കമാൻഡർമാരും അതുപോലെ തന്നെ അതിലുണ്ടായിരുന്ന 14 വൈമാനികർക്കും എന്ത് സംഭവിച്ചു എന്നോ, അതുപോലെ തന്നെ അവരന്വേഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്ന വിമാനത്തിലും അതിലുണ്ടായിരുന്ന 13 വൈമാനികർക്കും എന്ത് സംഭവിച്ചു എന്നോ ഇന്നും ആർക്കും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ബർമുഡ ട്രയാങ്കിളിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ബർമുഡ ട്രയാങ്കിൾ എന്നുള്ള രീതിയിൽ ഒരു പേര് ആദ്യമായിട്ട് നൽകുന്നത് 1945 ഈ ഒരു വിഷയം ലോകം മുഴുവൻ കത്തിപ്പടർന്നപ്പോൾ മീഡിയാസ് തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ട്രയാങ്കിൾ എന്ന രീതിയിലുള്ള ഒരു പേര് ഈ ഒരു സ്ഥലത്തിന് ആദ്യമായിട്ട് ചാർത്തി കൊടുക്കുന്നത്. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വടക്കൻ അമേരിക്കയുടെ അടുത്ത് കിടക്കുന്ന ഫ്ലോറിഡ, ബർമുഡ, അതുപോലെ തന്നെ പ്യൂട്ടോറിക്ക, ഇവയെ മൂന്നും കൂടി ചേർത്ത് ഒരു ത്രികോണം പോലെ വരക്കുമ്പോൾ അതിനകത്ത് കിട്ടുന്ന ആ ഒരു പ്രദേശത്തെ ഏറെക്കുറെ 4,40,000 മൈൽ വിസ്തൃതി വരുന്ന വലിയൊരു പ്രദേശത്തെയാണ് ബർമുഡ ട്രയാങ്കിൾ എന്ന പേരിൽ പൊതുവെ വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിനകത്തേക്ക് ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ മാത്രമാണോ ഇത്തരത്തിൽ കപ്പലുകളും വിമാനങ്ങളും ഒക്കെ കാണാതാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലുമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ബർമുഡ ട്രയാങ്കിളിന്റെ അടുത്തുകൂടെ സുരക്ഷിതമായിട്ടുള്ള പാതയാണ് എന്ന് തെറ്റിദ്ധരിച്ച് യാത്ര ചെയ്തിട്ടുള്ള ആളുകളെയാണ് കൂടുതലും കാണാതായിട്ടുള്ളത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കപ്പലുകളും അത്തരത്തിലുള്ള വിമാനങ്ങളുമാണ് കൂടുതലായിട്ടും കാണാതായിട്ടുള്ളത്. അതിന് ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ബ്രൂസ് ഗെർനോൺ എന്ന് പറയുന്ന പൈലറ്റ്. 1975 ഡിസംബർ 4 ആൻഡ്രോസ് ഐലൻഡിൽ നിന്നും ഫ്ലോറിഡയിലേക്ക് അദ്ദേഹം വിമാനം പറത്തുകയുണ്ടായി. എന്നാൽ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ചുറ്റുമൊന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയും അതുപോലെ തന്നെ അയണൈസ്ഡ് ആയിട്ടുള്ള മേഘങ്ങൾ ചുറ്റും പൊതിഞ്ഞ രീതിയിലും ഒക്കെ അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ്. അതേസമയത്ത് തന്നെ നാവിഗേഷൻ സിസ്റ്റംസ് ഒന്നും തന്നെ വർക്ക് ചെയ്യാതിരിക്കുകയും, അതായത് കോമ്പസ് പോലുള്ള കാര്യങ്ങളൊന്നും ആ ഒരു അവസരത്തിൽ വർക്ക് ചെയ്യാതിരിക്കുകയും ഒക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏറെക്കുറെ 10 മിനിറ്റുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു അവസ്ഥ അദ്ദേഹത്തിന് മാറിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് കൺട്രോൾ ടവറുമായിട്ട് ബന്ധപ്പെടാനോ അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഒന്നും തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മൊത്തത്തിലൊരു സ്റ്റെക്കായി പോയ അവസ്ഥയിൽ, അല്ലെങ്കിൽ മരണത്തെ മുന്നിൽ കണ്ടിട്ടായിരുന്നു ഈ ഒരു 10 മിനിറ്റ് ബ്രൂസ് എന്ന് പറയുന്ന ആ ഒരു പൈലറ്റ് ആ ഒരു വിമാനത്തിനകത്ത് ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ 10 മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹം കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് അമേരിക്കയുടെ കരപ്രദേശമായിരുന്നു. യഥാർത്ഥത്തിൽ
അദ്ദേഹം പുറപ്പെട്ടിട്ടുള്ള ആൻഡ്രോസ് ഐലൻഡിൽ നിന്നും മണിക്കൂറുകൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മാത്രം എത്തുന്ന സ്ഥലത്തായിരുന്നു ഇത്രയും കുറഞ്ഞ ഒരു സമയത്തിനുള്ളിൽ അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ ഒരു ടെലപ്പോർട്ടേഷൻ സംഭവിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. എന്താണ് ഈ ടെലപ്പോർട്ടേഷൻ സംവിധാനം എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കേരളത്തിലൊരു സ്ഥലത്ത് നമ്മൾ ഈ ടെലപ്പോർട്ടേഷൻ സംവിധാനം കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ അമേരിക്കയിലൊരു സ്ഥലത്തും ഈ ഒരു ടെലപ്പോർട്ടേഷൻ നമ്മൾ കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. അതിനുശേഷം ഒരു വ്യക്തി കേരളത്തിലെ ഈ ഒരു സിസ്റ്റത്തിലൂടെ, ഈ ടെലപ്പോർട്ടേഷൻ സിസ്റ്റത്തിലൂടെ കയറി കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം പുറത്തിറങ്ങുന്നത് അമേരിക്കയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തിലൂടെ, അല്ലെങ്കിൽ ടെലപ്പോർട്ടേഷൻ സംവിധാനം അവിടെ സെറ്റ് ചെയ്തതിലൂടെ ആയിരിക്കും അദ്ദേഹം അപ്പോൾ പുറത്തിറങ്ങുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംവിധാനമാണ് ഈ ഒരു ടെലപ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അദ്ദേഹം പുറപ്പെട്ട നമ്മുടെ ബ്രൂസ് എന്ന് പറയുന്ന ആ ഒരു പൈലറ്റ് ടേക്ക് ഓഫ് ചെയ്തതും അതുപോലെ തന്നെ ലാൻഡ് ചെയ്തതുമായിട്ടുള്ള സമയങ്ങൾ നമ്മളൊന്ന് ബന്ധിപ്പിച്ച് നോക്കുന്ന സമയത്ത്, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം, ഇതുപോലെ എന്തോ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് തന്നെയാണ് ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ഇന്നും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു നിഗൂഢതയായിട്ട്, ലോകത്തിലെ ഏറ്റവും വലിയൊരു മിസ്റ്ററി ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലത്ത് ഇത്തരത്തിലുള്ള അമാനുഷികമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നു എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ, ഫ്ലോറിഡയിലും അതുപോലെ തന്നെ ബർമുഡയിലും അതുപോലെ തന്നെ പ്യൂട്ടോറിക്കയിലും ഒക്കെ ഉള്ള ആളുകൾ പറഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു പരത്തുന്ന ചില കഥകളുണ്ട്. അതിൽ ഒന്നാമത്തേത് ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിന് അടിഭാഗത്തായിട്ട് അറ്റ്ലാന്റിസ് എന്ന പേരുള്ള ഒരു മാജിക്കൽ സിറ്റി ഉണ്ട് എന്നതാണ്. നമ്മൾ അക്വാമാനിലൊക്കെ കണ്ടിട്ടുള്ള ജലത്തിനടിയിലുള്ള ആ മാജിക്കൽ സിറ്റി തന്നെയാണ് ഈ പറഞ്ഞ അറ്റ്ലാന്റിസ് എന്നുള്ളത്. ഗ്രീക്ക് പുരാണങ്ങളിലൊക്കെ, ഗ്രീക്ക് മിത്തോളജികളിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു മാജിക്കൽ സിറ്റിയെ കുറിച്ചിട്ട് അവിടെയൊക്കെ പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പ്യൂട്ടോറിക്കയിലുള്ള ആളുകളും അതുപോലെ തന്നെ ഫ്ലോറിഡയിലുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ കടലിനടിയിലുള്ള ഒരു മാജിക്കൽ സിറ്റി ബർമുഡ ട്രയാങ്കിളിന് അടിഭാഗത്തായിട്ടുണ്ട് എന്നും നമ്മളെക്കാളൊക്കെ ടെക്നോളജിയിൽ ഒരുപാടധികം മികവ് വന്നിട്ടുള്ള, ഒരുപാടധികം മികച്ചു നിൽക്കുന്ന ആ ആളുകൾ നമ്മളൊക്കെ അതിന് മുകളിലൂടെ പോകുന്ന സമയത്ത് നമ്മുടെ കപ്പലുകളും അതുപോലെ തന്നെ വിമാനങ്ങളൊക്കെ ആഴക്കടലിലേക്ക് പിടിച്ചെടുക്കുന്നതാണെന്ന രീതിയിലൊക്കെയാണ് അവർ ആ ഒരു നാടുകളിലൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ കൂടുതലായിട്ടും വിശ്വസിച്ചു വരുന്നത്. രണ്ടാമതായിട്ട് പറയുന്ന ഒരു മിത്ത് അല്ലെങ്കിൽ അവിടെ പറഞ്ഞു നടക്കുന്ന ഒരു കഥ എന്ന് പറയുന്നത് ലുസ്ക എന്ന പേരുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഭീകരജീവി ബർമുഡ ട്രയാങ്കിളിന്റെ ഈ ഒരു പ്രദേശത്തായിട്ട്, കടലിന് അടിഭാഗത്തായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്രാവിന്റെ തലയും അതുപോലെ തന്നെ നീരാളിയെ കണക്കുള്ള കൈകാലുകളുമുള്ള ആ ഒരു ജീവിയാണ് ഈ ഒരു സമുദ്രത്തിന് മുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വലിയ കപ്പലുകളും അതുപോലെ തന്നെ വിമാനങ്ങളുമെല്ലാം കടലിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് എന്ന നിലയിലാണ് ഇന്നും ഒരുപാട് ആളുകൾ ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു കഥയെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് വരുന്നത് മുക്കുവന്മാർ കണ്ടു എന്ന് പറയുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ്. ഒരിക്കൽ ഈ ബർമുഡ ട്രയാങ്കിളിന്റെ പ്രദേശത്തേക്ക് മീൻ പിടിക്കാൻ പോയ ചില മുക്കുവന്മാർ ആകാശത്ത് നിന്നും എന്തോ ഒരു വസ്തു താഴേക്ക് ഇറങ്ങി വരുന്നതായിട്ടും അത് ബർമുഡ ട്രയാങ്കിളിന്റെ ആ പ്രദേശങ്ങളിലേക്ക് ആഴ്ന്നു പോകുന്നതായിട്ടും കണ്ടു എന്ന രീതിയിലൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞത് ബഹിരാകാശ ജീവികളുടെ അല്ലെങ്കിൽ ഏലിയൻസിന്റെ ഒരു താവളമാണ് എന്നും അവരെത്രത്തിൽ റേഡിയേഷൻസ് ഉപയോഗിച്ചിട്ടാണ് മുകളിലൂടെ പറന്നു പോകുന്ന വിമാനങ്ങളെയും നമ്മുടെ കപ്പലുകളെയും ദിശ മുഴുവൻ തെറ്റിക്കുന്നതും അവിടേക്ക് പിടിച്ചു കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അവിടെ കടലിന്റെ ആഴങ്ങളിലേക്ക് ഈ ഒരു വസ്തുക്കളെ, ഈ ഒരു വിമാനങ്ങളെയും കപ്പലുകളെയും മുക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളും നമ്മുടെ ഈ ലോകത്തുണ്ട്. ഇനി നമ്മൾ സയന്റിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ശാസ്ത്രത്തിന് ഇത് ഈ ഒരു കാര്യങ്ങളിൽ എന്താണ് പറയാനുള്ളത് നോക്കുമ്പോൾ വ്യക്തമായിട്ടുള്ളൊരു മറുപടി ഈ ബർമുഡ ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ശാസ്ത്ര ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ പോലും 2-3 തരത്തിലുള്ള മറുപടികൾ ബർമുഡ ട്രയാങ്കിളിന്റെ മിസ്റ്ററിയുമായിട്ട്, എന്തുകൊണ്ട് ഇവിടെ കപ്പലുകളും അതുപോലെ തന്നെ വിമാനങ്ങളും ഒക്കെ കടലിലേക്ക് വീഴുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് നമ്മുടെ ശാസ്ത്രലോകം പറയുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ബർമുഡ ട്രയാങ്കിളിന്റെ ഈ ഒരു പ്രദേശത്ത് അമിതമായിട്ടുള്ള മീഥേൻ ഗ്യാസ് ഉണ്ട് എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തിലൂടെ ഇത്തരത്തിലുള്ള വിമാനങ്ങളും അതുപോലെ തന്നെ കപ്പലുകളൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ മീഥേൻ ഗ്യാസ് ശ്വസിക്കുമ്പോൾ ഒരു വിഷവാതകമായിട്ടുള്ള ഈ ഒരു മീഥേൻ ഗ്യാസ് ശ്വസിക്കുന്ന സമയത്ത് അതിലുള്ള ആളുകൾ മുഴുവനും ബോധം കെട്ട് വീഴുന്നു എന്ന നിലയിലാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ഈ മീഥേൻ ഗ്യാസ് അവിടെ വന്നത് എന്നതിന് ശാസ്ത്രം തന്നെ ഉത്തരമായിട്ട് പറയുന്നത് ബർമുഡ ട്രയാങ്കിളിന്റെ അടിഭാഗത്തുണ്ടായിരുന്ന വോൾക്കാനോസ് അഥവാ അഗ്നിപർവ്വതങ്ങൾ ഒരുപാടധികം വർഷങ്ങൾക്ക് മുമ്പ് സ്ഫോടനത്തിലൂടെ പുറത്തുവിട്ടതാണ് ഈ മീഥേൻ ഗ്യാസ് എന്ന നിലയിലാണ്. അതുപോലെ തന്നെ ഇതിനോട് ചേർത്ത് പറയുന്ന മറ്റൊരു എക്സ്പ്ലനേഷൻ, ഈ മീഥേൻ ജലവുമായിട്ട് കൂടിക്കലർന്നതോട് കൂടിയിട്ട് ഈ ഒരു പ്രദേശത്തുള്ള ജലത്തിന്റെ സാന്ദ്രത അഥവാ ഡെൻസിറ്റി വളരെയധികം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തിലൂടെ കപ്പലുകൾ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ സാന്ദ്രത കുറഞ്ഞ ജലമായതുകൊണ്ട് തന്നെ കപ്പലുകൾ അവിടെ പെട്ടെന്ന് തന്നെ മുങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന നിലയിലാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ വരുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ബർമുഡ ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആധികാരികമായിട്ട് പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ബർമുഡ ട്രയാങ്കിളിന്റെ ആകാശത്തായിട്ട് ഹെക്സഗണൽ ഷേപ്പിലുള്ള മേഘങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബർമുഡ ട്രയാങ്കിളിന്റെ ആ പ്രദേശങ്ങളിലായിട്ട് വളരെ വലിയ സ്പീഡിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചുഴികളുണ്ട് എന്നതാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഒരു ബക്കറ്റിൽ
കിലോമീറ്ററിൽ കൈയിട്ട് കറക്കുന്നതിനേക്കാളൊക്കെ ഒരുപാടധികം സ്പീഡിൽ നമ്മൾ കറക്കുന്ന സമയത്ത് ആ ചുഴിയുടെ ഷേപ്പ് സർക്കിൾ ഷേപ്പിൽ നിന്ന് അത് മാറിയിട്ട് ഒരു ഹെക്സഗണൽ ഷേപ്പിലേക്കായിട്ട് മാറും. അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ തന്നെ വളരെ വലിയ സ്പീഡിൽ തന്നെയുള്ള ഒരു ചുഴി ആ ഒരു പ്രദേശത്ത് ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആകാശത്തിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിൽ ഹെക്സഗണൽ ആയിട്ടുള്ള മേഘങ്ങൾ അവിടെ രൂപപ്പെടാൻ കാരണം. അതോടൊപ്പം തന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു എയർ ഫ്ലോ കൂടെ, ഒരു എയർ കറണ്ട് കൂടെ ഈ ഒരു പ്രദേശത്തായിട്ട് നടക്കുന്നുണ്ട്. ഏറെക്കുറെ 100 km/h മുകളിൽ നിന്നും താഴേക്ക് ഈ ഒരു എയർ ഫ്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വിമാനങ്ങളും അതുപോലെ തന്നെ കപ്പലുകളും ഒക്കെ ഈ ഒരു പ്രദേശത്തിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കടലിൻ്റെ അടിയിലേക്ക് ആഴ്ന്നു പോകുന്നത് എന്നാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നത്. നമുക്കൊക്കെ ഏറ്റവും കൂടുതലായിട്ട് വിശ്വസിക്കാൻ പറ്റിയ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തതായിട്ട് മൂന്നാമതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഈ അടുത്ത കാലത്തായിട്ട് 2018 ശാസ്ത്രലോകം പുറത്തുവിടുന്നത്. ബർമുഡ ട്രയാങ്കിളിന്റെ മിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്ററി എന്ന നിലയിലായിരുന്നു അത് അവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ പറയുന്നത് 100 മീറ്റർ ഹൈറ്റിൽ വരുന്ന തെമ്മാടി തിരകൾ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അത്രയും വലിയ രീതിയിലുള്ള ഹൈറ്റിൽ തിരമാലകൾ വരുമ്പോൾ ഈ ഒരു തിരമാലകൾ തന്നെയാണ് അവിടെ ആ ഒരു പ്രദേശത്തിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെയും മറ്റും കടലിനടിയിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്നത് എന്ന നിലയിലായിരുന്നു. എങ്ങനെയാണ് ഇത്രയും വലിയ ഹൈറ്റിലുള്ള തെമ്മാടി തിരകൾ ആ ഒരു ഭാഗത്ത് രൂപീകൃതമാകുന്നതെന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് പ്യൂട്ടോറിക്കയുടെയും ബെർമുഡയുടെയും അതുപോലെ തന്നെ ഫ്ലോറിഡയുടെയും ഭാഗത്ത് നിന്നും വരുന്ന വലിയ അതിശക്തമായിട്ടുള്ള ചുഴലിക്കാറ്റുകളാണ് ഇത്തരത്തിലുള്ള 100 മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകളെ ബർമുഡ ട്രയാങ്കിളിന്റെ ഭാഗത്ത് ഉണ്ടാക്കുന്നത് എന്ന നിലയിലായിരുന്നു ഈ ഒരു ഡോക്യുമെന്ററിയിലൂടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ